ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മൾ ഇന്ന് തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ട് ഉണക്കലരി പായസം സ്വാദിഷ്ടമായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നാളികേരം എടുത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കൊരു 10-20 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസം. ഇതേപോലെ ഒരു ഗ്ലാസ് ഉണക്കലരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊരു 3-4 വട്ടം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് ഗ്ലാസ്സിനാണോ അളന്നെടുത്തത് ആ ഗ്ലാസ്സിനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ അടിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് നോക്കിയാൽ മതി. ഈ ഒരു സമയം ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ ചവ്വരി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് ട്രാൻസ്പെറൻറ്റ് കളറാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതും മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്, അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേര കൊത്ത് ചെറുതായിട്ട് നുറുക്കിയതാണ്, അത് ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ അതിലേക്കൊരു 10-15 കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെയും കളറ് ചേഞ്ച് ആകുമ്പോൾ ഒരു 10-20 ഉണക്ക മുന്തിരിങ്ങയും കൂടി ഇട്ട് നമുക്കത് വറുത്ത് മാറ്റിയെടുക്കാം കേട്ടോ. ആ ഒരു നെയ്യിലേക്ക് തന്നെ ഞാനിപ്പോൾ ഇവിടെ ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു 275 ml ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടാവുകയുള്ളൂ. നല്ല മധുരം വേണമെങ്കിൽ ഒരു 300 ml ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ആ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഈ റൈസിന് ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചവ്വരിയും ഈ അരിയും ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് വരട്ടി ഇങ്ങനെ എടുത്തു കൊടുക്കുക. ഈ ചോറ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര പാനിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റാവൂ. കാര്യം ശർക്കര പാനിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചോറ് വേവുകയില്ല. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പശുവിൻ പാൽ ശർക്കര പാനിയിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ അത് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പശുവിൻ പാൽ ആദ്യമേ തന്നെ നമ്മൾ അത് തിളപ്പിച്ച് വെക്കുക. തിളപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ശർക്കര പാനിയിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുത്താൽ പിരികയില്ല. അത് നമ്മൾ പാടയൊന്നും ചൂടാൻ പാടില്ല. പാട അഥവാ ചൂടുവാണെങ്കിൽ അരിച്ചിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി, അതേപോലെ ജീരകപ്പൊടി, ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ നമുക്കിതിലേക്ക് ചുക്കുപൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മളിത് തിളയ്ക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി പാല് തിളപ്പിച്ച പാലാണ്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ച് കഴിഞ്ഞാലാണ് ചിലപ്പോൾ ഇത് പിരിയാൻ സാധ്യതയുള്ളത്. ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ഉണക്കലരി പായസമാണ് കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് സാധാരണ പായസത്തിൻ്റെ അത്ര ഒരു നിറം കാണില്ല, പക്ഷേ ടേസ്റ്റ് അപാരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു പായസം കുടിക്കണം തോന്നിയാൽ ഉണക്കലരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. നമ്മൾ നാളികേരം തിരകുവാനും പിന്നെ അതിൻ്റെ പാലെടുക്കാനും ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. പിന്നെ കുക്കറിൽ അരി വേവിക്കുന്നതുകൊണ്ട് എളുപ്പം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. Thanks for watching.